ഖത്തറിലേക്കും യമനിലേക്കും എല്ലാം മാറി മാറി ഇസ്രയേൽ എന്ന് പറയുന്ന ദുഷ്ടശക്തി മിസൈൽ അയക്കുമ്പോൾ നമ്മൾ പതറണ്ട. വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹാ തദ്മീറാ. പടച്ചവന്റെ പദ്ധതി അതാ. ഒരു സമൂഹം, ഒരു രാഷ്ട്രം നശിക്കാനാകുമ്പോൾ അവരവരുടെ അക്രമ പ്രവർത്തനങ്ങൾ പെരുപ്പിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. ലോകം മുഴുവൻ എതിർത്തിട്ടും നിയന്ത്രിക്കാനാവാതെ ഒരു പേപ്പട്ടി കുതിക്കുകയാണ് ലോകത്ത്. ഇതാ അറദ്നാ അൻ നുഹ്ലിക ഖറിയതൻ, നാം ഒരു നാടിനെ നശിപ്പിക്കാൻ തീരുമാനിച്ചാൽ അമർനാ മുത്രഫീഹാ, അവിടുത്തെ സുഖലോലുപന്മാരോട്, അഹങ്കാരികളോട് നാം പറയും, കൽപ്പിക്കും, ഫഫസഖൂ ഫീഹാ, നിങ്ങളുടെ തെമ്മാടിത്തരം നിങ്ങൾ ആവോളം ചെയ്തോളൂ എന്ന്. അപ്പൊ അല്ലാഹ് തെമ്മാടിത്തരം ചെയ്യാൻ പറയുമെന്നാണോ? ഞാനല്ല. എന്നാ നീ ചെയ്യാനുള്ളതെങ്കിൽ ചെയ്യാൻ നമ്മൾ പറയുന്ന പോലെ അതാ കൽപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം. എന്നാ നീ ചെയ്യാനുള്ളത് ചെയ്യടാ, ഞാൻ കാണട്ടെ എന്ന് പറയുന്ന കൽപ്പന. നീ ചെയ്യുന്നത് പരമാവധി ചെയ്യ്. അതാണ് പാവം ഗസയോട്, പാവം ഖത്തറിനോട്, യമനോട് ഈ ദുഷ്ടശക്തികൾ ഇതൊന്നും കണ്ട് ഈ സമുദായം പതറരുത്. ഇതിലും വലുത് കണ്ടതാണ് അള്ളാഹു അവന്റെ റസൂലിന് നൽകിയതും റസൂല് തന്റെ അനുചരന്മാർക്ക് നൽകിയതും ഈ ലോകത്ത് പുലർന്നിട്ടേ ഉള്ളൂ. അള്ളാഹു പറയും അപ്പൊ അവർ പരമാവധി തെമ്മാടിത്തരം ചെയ്യും. അപ്പൊ ഈ നശിക്കാൻ പോകുന്ന സമൂഹം അവർ ഈ ലോകത്ത് തെമ്മാടിത്തരം പെരുപ്പിക്കുമെന്നുള്ളത് നാശത്തിന്റെ മുന്നോടിയാ. അതോടുകൂടി അള്ളാഹുവിന്റെ വചനം അവരുടെ മേൽ പുലരും. അതോടുകൂടി അള്ളാഹു തല തൂത്തുവാരിക്കളയും. ഇതാണ് നാം എത്ര സമൂഹങ്ങളെ നശിപ്പിച്ചു നൂഹിന് ശേഷം. തന്റെ ദാസന്മാരുടെ പാപങ്ങളെ കാണാനും കേൾക്കാനും അള്ളാഹു തന്നെ ധാരാളം മതി. ആരും കണ്ടില്ലെങ്കിലും കാണാൻ അള്ളാഹു ഉണ്ട്.